എറണാകുളത്ത് തന്നെയാണ്. ഞാൻ ടീച്ചറാണ്. ഇവളിപ്പോ ഗൃഹപാലന ട്വിൻസ് തന്നെയാണ്. ഇപ്പൊ രണ്ടാമത്തെ കുട്ടികൾ ട്വിൻസ് ആണ് ആളുടെ. അപ്പൊ ഞങ്ങളുടെ പാരന്റ്സിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളിപ്പോ ജനിച്ചപ്പോ മുതല് ഇപ്പൊ എല്ലാവരെയും പോലെ ഒരേപോലെ ഉടുപ്പ്, ചെരുപ്പ്, ലഞ്ച് ബോക്സ്, കുപ്പി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഒരു മാർക്ക് ഇടും. അപ്പൊ ബാക്കിയുള്ളവർക്ക് കൗതുകം ഇരുന്ന് ചിലവർ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പാറ്റേൺ അതേപോലെ പിടിച്ചിട്ട് കളറ് വേരിയേഷൻ ആക്കും. ഞങ്ങള് നഴ്സറി ക്ലാസ് മുതൽ MCom വരെ ഒരേ ബെഞ്ചിൽ അടുത്തിരുന്ന് പഠിച്ച ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ എവിടെയെങ്കിലും കുറച്ച് സമയം ഉണ്ടെങ്കിൽ കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടികളായി അങ്ങനെ ഞങ്ങൾ കാണുമ്പോ, പക്ഷെ കുറെ പേർക്ക് ഫോട്ടോയൊക്കെ ഇടുമ്പോ ഫേഷ്യൽ എവിടെയെങ്കിലും സമയം വെച്ച് നിങ്ങൾ ട്വിൻസ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു ട്വിൻ സിസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് ഇത്ര വരെ പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജോലി സ്ഥലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൂട്ടുകാരെ കിട്ടിയാലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും ആദ്യം പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ പരസ്പരമാണ്. സോ ഇത് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ പാരന്റ്സ് അതുപോലെ ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഈ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പം മുതല് ഇങ്ങനെ കുറെ ഇരട്ട സംഗമങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് പോവാൻ അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വളർച്ച കൊണ്ടാവണം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനും ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരെയും കാണുവാനും. ചേച്ചി പറഞ്ഞ പോലെ എവിടെ പോയാലും നമ്മളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇവിടെ വന്നപ്പോ എല്ലാവരും അട്രാക്ഷൻ, ആരും ചോദിക്കാനില്ല. കാണാൻ നല്ലൊരു ഭംഗി, എല്ലാവരും ഉടുത്തൊരുങ്ങി ഒരേപോലെ വരുമ്പോ അല്ല നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അല്ല ഇത്ര നാൾ നമ്മുടെ വാട്സപ്പിലായിരുന്നു കുടുംബമാണെന്നുള്ള ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. നമുക്കിനി എല്ലാ മീറ്റപ്പും ഇതേപോലെ ആഘോഷിക്കാം. ട്വിൻസ് മീറ്റപ്പിന് വേണ്ടി എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിൽ നേരുന്നു. താങ്ക് യു. നമുക്കറിയാം ട്വിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറയും ട്വിൻസ് ആണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയും. പക്ഷെ ട്വിൻസ് മക്കളുടെ അമ്മമാർക്കും അപ്പന്മാർക്കും അതിന് ബുദ്ധിമുട്ട്. എനിക്കിപ്പോ ഒരു ഇരട്ടമക്കൾ ജനിച്ചപ്പോഴത്തേക്കാണ് ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. കാരണം നോക്കാനൊക്കെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ മാത്രമായി പോകും. ചില സമയങ്ങളിൽ അത്രയ്ക്ക് വിഷമവും നമ്മൾ മാത്രം ഇങ്ങനെ നോക്കണേന്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്, നമ്മൾ സൂപ്പർ വുമായി പോകും ചില സമയങ്ങളിൽ. അപ്പൊ ഞങ്ങൾ ട്വിൻസ് ആയതിനാലും ട്വിൻസിന്റെ അമ്മയായതിനാലും ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.